PG വരെയുള്ള കരിയറിൽ ഞാൻ എന്താണോ നേടാത്തത് അതാണ് ഞാൻ ഇവിടെ നേടിയെടുത്തത്. എസ്പെഷ്യലി സ്കിൽസ്. സോ ഇവിടെ പലർക്കും അറിയാം ഞാൻ PG കംപ്ലീറ്റഡാ. എന്റെ PG കരിയർ വരെ ഉള്ളതിൽ ഞാൻ ഈ സ്കില്ലേജിൽ നിന്ന് എന്ത് നേടി എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കരിയർ PG വരെയുള്ള കരിയറിൽ ഞാൻ എന്താണോ നേടാത്തത് അതാണ് ഞാൻ ഇവിടെ നേടിയെടുത്തത്. എസ്പെഷ്യലി സ്കിൽസ്. ഇപ്പൊ ഞാനൊരു സ്കില്ലേജ് ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ മേ ബി ഞാനൊരു BEd ആ ഒരു ലെവലിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ ബേസിൽ പോയിരുന്നു. സ്കില്ലിന്റെ നെസസിറ്റി അതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് വന്ന ടൈമിലാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി അന്വേഷിച്ചതും ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ചതും. പക്ഷെ എന്റെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാര്യത്തിലാണ് സ്കില്ലേജ് എന്നെ ഞെട്ടിച്ചത്. എന്റെ എക്സ്പെക്ടേഷനും അപ്പുറത്താണ് സ്കില്ലേജ്. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എനിക്ക് നല്ല മെന്റേഴ്സിനെ വേണം. ഇതുവരെയുള്ള കരിയറിൽ നല്ല മെന്റേഴ്സ് ഉണ്ടായിട്ടില്ല എന്നല്ല, പക്ഷെ എന്നാൽ പോലും ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു തോട്ടാ നല്ല മെന്റേഴ്സിനാണെന്ന്. സ്കില്ലേജിൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നിനൊന്ന് വെച്ചാ